ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു വെറൈറ്റിയായ വിശിഷ്ടമായിട്ടുള്ള ഒരു 4 മണി പലഹാരമാണ് ടീച്ചർ ഉണ്ടാക്കാൻ പോകുന്നത്. നോക്കൂ, എന്താണ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഒന്ന്, നിങ്ങൾക്ക് ഇതെന്താണെന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പിന്നീട് പറഞ്ഞു തരാം. നല്ല ബജിയാണ്. ഇതാരും ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ലതാ. നോക്കൂ, എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം നിങ്ങളോട് കേട്ടോ. ഉണ്ടാക്കി കഴിയട്ടെ. കഴിഞ്ഞ ദിവസം ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് സക്സസ് ആണ്. ഇതെല്ലാം നിങ്ങളോട് പറയാൻ പാടുള്ളൂ. വളരെ സക്സസ് ആയിട്ട് കിട്ടിയതാ. 3. ഞങ്ങൾക്ക് ഇതുപോലെ 5 എണ്ണം മതി, പക്ഷെ കനക്കുറവാണല്ലോ. അതുകൊണ്ട് ഇത് വളരെ വിശിഷ്ടമായ, വളരെ പോഷക മൂല്യമുള്ള ഒരു ബജിയാണ് കേട്ടോ. എല്ലാവരും വിട്ടുകളയരുത്, എല്ലാവരും ഇതുണ്ടാക്കണം. നല്ല ബജിയാണ്. ഇതാണ് നോക്കൂ, ചേനത്തണ്ട്. ഇതാ, ചേനയുടെ തണ്ടുകൊണ്ടാണ് ടീച്ചർ ഈ ബജി ഉണ്ടാക്കുന്നത്. ചേനത്തണ്ടിനെ കോരി കളഞ്ഞിട്ട് നമ്മൾ കായൊക്കെ ബജിക്ക് ചീകി വയ്ക്കില്ലേ, അതേപോലെ ഈ പരുവത്തിൽ ആക്കി വെക്കണം. ഇതുപോലെ ഇത്രയും നീളം, ഇത്രയും കനം, ഇത്രയും വീതി, അങ്ങനെയാണിത് എടുക്കേണ്ടത്. ഇത് ചെറിയ തീ കിടക്കട്ടെ. ഇതിപ്പോൾ 2, 4, 5 എണ്ണം ചെറിയ തീ കിടക്കട്ടെ കേട്ടോ. എന്താണെന്നറിയാമോ? വെന്ത് കിട്ടണ്ടേ. ഇങ്ങനെയൊരു ബജി ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. തിരിച്ചിടട്ടെ. എൻ്റെ കൈ കഴിഞ്ഞിട്ട് കൊണ്ടുമ്പോൾ കയ്യിൽ വെള്ളം തെറിച്ചു കേട്ടോ. തിരിച്ചിടട്ടെ. എന്തൊരു ടേസ്റ്റാണെന്നറിയാം? ചേനത്തണ്ട് കൊണ്ടുള്ള ബജി. നമ്മൾ ബജിക്കുള്ള കൂട്ട് തന്നെ. ബജിക്ക് നമ്മൾ എന്തൊക്കെയാ ഇതിനകത്ത് ഞാൻ നോക്കൂ, മൈദമാവ് ഒരു 3 ടേബിൾ സ്പൂൺ മൈദമാവ്, ഒരു ചെറിയ കഷ്ണം ചേനയാണ് കേട്ടോ. 6 അതിന് ചീകിട്ടുണ്ട്. ഇതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ്, ഇതിനാവശ്യമായിട്ടുള്ളത് കേട്ടോ. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ റവ, 1/4 സ്പൂൺ അരിപ്പൊടി, ആവശ്യത്തിന് ഉപ്പുള്ള ഉപ്പ്, കായം, പിന്നെ ഒരു ലേശം മസാലപ്പൊടിയും കൂടി ഇട്ടു, ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടി. അതാണ് ഈ കൂട്ട്. ഞാൻ 6 എണ്ണം ഇട്ടു, ഇനി 6 എണ്ണം കൂടെ ഉണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. ഇതുവരെ ഇതാരും ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ വെറുതെ കഴിഞ്ഞ ദിവസം ഞാൻ വെറുതെ ഒന്ന് ചേനത്തണ്ട് തോരഞ്ഞെടുത്തപ്പോൾ ഒരു കഷ്ണം എടുത്ത് വെച്ചു. അതാണിത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ വെളിച്ചെണ്ണയുടെ ദോഷം തീർക്കാനായിട്ട് വളരെ നാരുകളുണ്ട്. ഞാൻ തിരുനീട്ടി വെച്ചു. നാരുകൾ കൊണ്ട് സമ്പന്നമാണ് ഈ ബജി. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കുടുംബങ്ങൾക്ക് കൊടുക്കണം, നിങ്ങളും കഴിക്കണം. വളരെ നല്ലതാണ്. ഇപ്പോഴാണ് ഞാൻ തിരി നീട്ടിയത്. ഇവരെ ചെറിയ തീയിൽ കിടന്നാണ് ഇത് വന്നത്. ചെറിയ തീയിൽ കിടന്ന് വേകണം. ഇത് ഇത്തിരി വേവുണ്ട് കേട്ടോ. ഇതാണ് നല്ല ക്രിസ്പിയാണ് കേട്ടോ. കൂട്ടുകാരെ, ഇത് നിങ്ങൾ ചേനയുടെ സീസൺ വരുമ്പോഴും എല്ലാപ്പോഴും ഒരു ചേനയെങ്കിലും കാണും എല്ലാ വീട്ടിലും, ഫ്ലാറ്റിലല്ലാത്തവർക്കൊക്കെ. നാട്ടിൻപുറത്തിൻ്റെ ഒരു നന്മ നിറഞ്ഞ ഭക്ഷണം 4 മണി സ്നാക്കാകട്ടെ ഇതെന്ന് ഞാൻ ആശിക്കുന്നു, നിങ്ങളോട് പറയുന്നു. ഞാൻ അത്രയും വിശിഷ്ടമായ ഒരു ബജിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. ഇതിന്നു വരെ ആരും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ എൻ്റെ റിലേറ്റീവ്സിനോടൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവരുണ്ടാക്കി നോക്കി. അവർ പറഞ്ഞു, ചേച്ചി നല്ലതാണ്, ഇത്രയും നാളും ചേനത്തണ്ടൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് തോരൻ വയ്ക്കും. ചേനയിലയുടെ തോരൻ പോലും ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. നല്ലതായിരുന്നു ഞങ്ങൾ വെച്ചിട്ടെന്നൊക്കെ അവർ പറഞ്ഞു. ചേനത്തണ്ട് തോരൻ ഒരുപാട് പേര് എന്നെ വിളിച്ച് പറയുന്നുണ്ട്, റിലേറ്റീവ്സ്. അയ്യോ ചേച്ചി, ചേനത്തണ്ട് തോരൻ അടിപൊളി. ചേനയില്ല, ചേനത്തണ്ട് പണ്ടും വയ്ക്കും, ചേനത്തണ്ടും ചെറുപയറും. ചേനയിലെ തോരനെ കുറിച്ച് അവർ വളരെ വാഴ്ത്തി പറഞ്ഞു. പക്ഷെ നമ്മുടെ ആളുകൾ അധികം പേരും അത് കണ്ടിട്ടില്ല. നമ്മുടെ ആൾക്കാർക്ക് തമാശയും ചാട്ടവും ബഹളവും ഒക്കെ ആണല്ലോ ഇഷ്ടം, അല്ലേ? നമ്മൾ എന്തെങ്കിലും ഇതായിട്ടുള്ള കാര്യങ്ങളൊക്കെ
ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും പങ്കുവച്ചാലോ അല്ലെങ്കിൽ പുതിയ വിഭവങ്ങൾ ഇങ്ങനെ നാട്ടിൻപുറത്തുള്ള നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമർത്ഥമെന്നല്ലേ. അപ്പം നഗരത്തിന് നാട്യങ്ങളേ ഉള്ളൂ, വലിയ വലിയ കാട്ടിക്കൂടലുകളൊക്കെ. അതേ സമയത്ത് അങ്ങനെയുള്ള നാട്ടിൻപുറം ദരിദ്രമാണ്. ഇതുപോലെ സമ്പന്നമായ എന്തെങ്കിലും ഉണ്ടോ നഗരങ്ങളിൽ? ഇതൊക്കെ നാട്ടിൻപുറത്തിൻ്റെ നന്മകളാണ്. കേട്ടോ. ഈ 2 3 ഉണ്ടാക്കുന്നുണ്ട്. എന്താണെന്ന് പറയുക, എനിക്ക് മാഷക്കും പോലെ അപ്പം ആരും ഇല്ലല്ലോ. അഞ്ചെണ്ണം നമ്മൾ അന്നേരം ഉണ്ടാക്കിയില്ലേ. കനം കുറച്ച് ചീകി എടുക്കണം കേട്ടോ. കനം കുറച്ച് മുറിക്കണം. ബജിയുടെയൊക്കെ ഒരു സാമാന്യ നീളമുണ്ടല്ലോ, നീളവും വണ്ണവും ഒക്കെ, അതിനനുസരിച്ച് വേണം നിങ്ങൾ മുറിച്ചെടുക്കാൻ. ഇതും അതിരുചികരമാണ് ഇത് കേട്ടോ മക്കളെ. നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. വെളിച്ചെണ്ണയാണെന്ന് വിചാരിച്ച് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കരുത്. കാരണം ഇതിൻ്റെ നാരുകളും പോഷകവും ആ വെളിച്ചെണ്ണയുടെ കുഴപ്പം പരിഹരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണമെന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ താല്പര്യം കഴിഞ്ഞു എല്ലാം ചെയ്യും. വളരെ പോഷകസമ്പന്നമായ രുചികരമായ ഒരു ബജിയാണിത്. വളരെ പോഷകസമ്പന്ന രുചികരമായിട്ടുള്ള ഒരു ബജിയാണിത്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കാൻ ശ്രമിക്കണം. നാട്ടിൻപുറത്തുള്ള എൻ്റെ ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ ഇതുണ്ടാക്കി നമ്മുടെ ഇങ്ങനെയുള്ള ഭക്ഷ്യസംസ്കാരമൊക്കെ വീണ്ടെടുക്കുക. ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പക്ഷേ നമ്മുടെ പൂർവികർ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാകും. എൻ്റെ പൂർവികരുടെയും പൂർവികർ അവരൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും. അയ്യോ അടിപൊളി രുചിയാ കുട്ടികളെ. എന്താ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ക്രിസ്പിയാന്നറിയാം, നല്ല ക്രിസ്പിയാ. അങ്ങനെ ഇന്ന് വിശിഷ്ടമായ ചേനത്തണ്ട് ബജിയാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്, നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് ഇതുവരെ ആരും ഉണ്ടാക്കിയില്ല. ഇനി എന്റെ സുഹൃത്തുക്കളെ യൂട്യൂബ് ചെയ്യുന്നവരൊക്കെ ഇനി ഉണ്ടാക്കണം കേട്ടോ. ഇത് കഴിക്കാൻ വയ്യാത്തവർക്കും കഴിയില്ലാത്തവർക്കും ഒക്കെ കഴിക്കാം. ഇവിടെ മാഷൊക്കെ ഒരുക്കപ്പെട്ട ഒന്നും ഇപ്പോൾ കഴിക്കാൻ വയ്യ. പക്ഷേ ഇതുണ്ടാക്കി കൊടുത്തപ്പോൾ വലിയ ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്നോട് പറഞ്ഞു ഇനി ചേനയുടെ തണ്ടിരിപ്പുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു. കാരണം കഴിക്കാൻ കിട്ടിയ ഒരുക്കപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ക്രിസ്പി എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്ന് പറയും. ഇത് എളുപ്പം കഴിക്കാവുന്നതാണ്, നല്ല ടേസ്റ്റ്. അതാ നോക്കൂ. ഇത് ചൊറിയൊന്നുമില്ല കേട്ടോ. ചേനത്തണ്ട് ചൊറിയായിരുന്നു, നിങ്ങൾക്കറിയാലോ. എന്നാലും ഞാൻ ചേനയിൽ വെച്ചപ്പോൾ ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചു ടീച്ചറെ ഇത് ചൊറിയല്ലേ ചേനയിലെന്ന്. ചൊറിയൊരിച്ചിട്ടുമില്ല, സൂപ്പറാണ്. വാ മക്കളെ, 2ാം സെക്ഷനും കഴിഞ്ഞു. ഇതാണ് സ്വാദിഷ്ടമായ ചേനത്തണ്ട് ബജി. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇതുണ്ടാക്കി എല്ലാവർക്കും കൊടുക്കണം. ഇതിൻ്റെ കൂടെ സോസ് മുക്കി കഴിക്കാൻ ഇത് ബഹുരുചിയാണ്. പിന്നെ ഞാനിപ്പോൾ ഇതിന് മാഷൊക്കെ ഇത്തിരി തേങ്ങാ ചട്നിയും കൂടെ അരയ്ക്കും.
പച്ചമുളകും ഇഞ്ചിയും ചെറിയുള്ളിയും വെച്ച് ഉപ്പും തേങ്ങായും കൂടെ ചേർത്ത് ഒരു ചമ്മന്തി അരച്ചാലും സൂപ്പറാണ്. ഞാനിപ്പോൾ മാഷൊക്കെ ചമ്മന്തി ഇവിടെ സോസ് ഇരിപ്പുണ്ട്, പക്ഷെ അത് എടുക്കുന്നില്ല. അതിനെക്കാട്ട് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ സോസും കൂടി കൊടുക്കണം കേട്ടോ. വളരെ രുചികരമായ ഈ ബജി നിങ്ങളെല്ലാവരും ഉണ്ടാക്കണം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഞാൻ പുതിയ പുതിയ അറിവുകളാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതൊക്കെ എല്ലാവരും ചെയ്തു നോക്കണേ. എല്ലാവർക്കും ഒരു ഗുഡ് ഈവനിങ് നേർന്നുകൊണ്ട് നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നാളെ വൃശ്ചികമാസം 1-ാം തീയതി ആരംഭിക്കുകയാണ്. അയ്യപ്പ ഭഗവാന്റെ ഭക്തി നമുക്കൊക്കെ ലഭിക്കട്ടെ, അനുഗ്രഹം നമുക്കൊക്കെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ നല്ല ദിവസത്തെ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.